നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കാൻ ഹിയറിംഗ് നടത്തി. 2 വാർഡുകളിലായി കണ്ടെത്തിയിട്ടുള്ളത് 211 ഇരട്ട വോട്ടുകൾ. ഹിയറിംഗിന് ഹാജരായത് നോട്ടീസ് കൈപ്പറ്റിയ 115 പേർ. LDF മുന്നണി ധാരണ പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് രാജിവെച്ചു. CPI പ്രതിനിധിയായ മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് 19 മാസക്കാലം. മാർച്ച് 24-ന് വണ്ടൻമേട് ചേറ്റുകുഴിയിലുണ്ടായ അപകടത്തിൽ മരിച്ച 5 വയസ്സുകാരി കാട്ടേഴത്ത് ആമിക്ക് നാട് അന്ത്യാഞ്ജലി നൽകി. ചേറ്റുകുഴി മാർ ഇവാനിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആമിയെ അവസാനമായി കാണാൻ സഹപാഠികളും അധ്യാപകരും അടക്കം നിരവധി പേരെത്തി. കട്ടപ്പന പാറക്കടവിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 20 ഏക്കർ സ്വദേശി മരിച്ചു. വേനൽമഴ കനിയാതായതോടെ ജില്ലയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കനത്ത വെയിലിൽ ഏലമടക്കമുള്ള കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. ഇതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ. വിശദമായ വാർത്തകൾ. ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കാൻ ഹിയറിംഗ് നടത്തി. 2 വാർഡുകളിലായി 211 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നോട്ടീസ് കൈപ്പറ്റിയ 115 പേർ ഹിയറിംഗിന് ഹാജരായി. ഇലക്ഷൻ വിഭാഗം നോട്ടീസ് അയച്ച 211 പേരിൽ 115 പേർ ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിൽ വിളിച്ച ഹിയറിംഗിൽ പങ്കെടുത്തു. ഇവരിൽ 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. നോട്ടീസ് അയച്ചവരിൽ ഹാജരാക്കാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസം ഉള്ളവരോ മരണപ്പെട്ടവരോ ആണെന്നാണ് നിഗമനം. മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും 2 സംസ്ഥാനത്തും ഇടം പിടിച്ചവരിൽ ഉൾപ്പെടുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടത്തിയത്. വോട്ടർമാരുടെ വിശദീകരണവും ഉൾപ്പെടുത്തി റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. തുടർന്ന് തമിഴ്നാട് തേനിയിലെ ഫോട്ടോ പതിപ്പിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും. ഇതിനുശേഷമാകും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക. മുൻപ് BJP പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഞ്ചായത്തിലെ 6, 12 വാർഡുകളിലായി 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്. ഉടുമ്പൻചോലയിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടം മേഖലയിൽ 10,000-കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് ആരോപണം. LDF മുന്നണി ധാരണ പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് രാജിവെച്ചു. CPI പ്രതിനിധിയായ മനോജിന് 19 മാസമായിരുന്നു പ്രവർത്തന കാലാവധി. ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് സജി തോമസിനാണ് രാജി സമർപ്പിച്ചത്. LDF മുന്നണി ധാരണ പ്രകാരം ആദ്യ 18 മാസം കേരള കോൺഗ്രസ് M പ്രതിനിധി ജോസ് കറിയ കണ്ണമുണ്ടയിലായിരുന്നു പ്രസിഡന്റ്. പിന്നീടുള്ള 19 മാസക്കാലമായിരുന്നു CPI പ്രതിനിധിയായ MT മനോജ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നത്. കാലാവധി അവസാനിച്ചതോടെയാണ് രാജി സമർപ്പിച്ചതെന്ന് MT മനോജ് പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുന്നണി ധാരണ പ്രകാരം CPIക്ക് 19 മാസമായിരുന്നു പ്രസിഡന്റ്ഷിപ്പ് ഉണ്ടായിരുന്നത്. അതിന് പ്രകാരം 19 മാസം കഴിഞ്ഞ 17-ാം തീയതി പൂർത്തീകരിക്കുകയും ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾക്ക് മുടക്കം വരരുതെന്നുള്ള ധാരണ പ്രകാരം പാർട്ടി മുന്നണി നമ്മളോട് ഈ മാസം 31-ാം തീയതി വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെടുകയും അത് പ്രകാരം നമ്മൾ 31 വരെ പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനം തുടരുകയും 1-ാം തീയതി രാവിലെ ഇപ്പോഴിന്ന് രാജിവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനിയുള്ള 20 മാസക്കാലം പ്രസിഡന്റ് സ്ഥാനം CPM-നാണ്. CPM പ്രതിനിധി VP ജോൺ പ്രസിഡന്റാകാനാണ് സാധ്യത. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്നേഹോപഹാരം MT മനോജിന് കൈമാറി. ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് സജി തോമസ് മുമ്പാകെയാണ് MT മനോജ് രാജി സമർപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, സെക്രട്ടറി ഇൻചാർജ് സജി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 24-ന് വണ്ടൻമേട് ചേറ്റുകുഴിയിലുണ്ടായ അപകടത്തിൽ മരിച്ച 5 വയസ്സുകാരി കാട്ടേഴത്ത് ആമിക്ക് നാട് അന്ത്യാഞ്ജലി നൽകി. ചേറ്റുകുഴി മാർ ഇവാനിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആമിയെ അവസാനമായി കാണാൻ സഹപാഠികളും അധ്യാപകരും അടക്കം നിരവധി പേരെത്തി. മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. മാർച്ച് 24-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 7 മണിയോടെയാണ് വണ്ടൻമേട് ചേറ്റുകുഴിയിലുണ്ടായ അപകടത്തിൽ 5 വയസ്സുകാരി ആമി മരിച്ചത്. ആമിയും വീട്ടുകാരും മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം എതിരെ വന്ന KSRTC ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആമിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആമിയുടെ അച്ഛൻ എബി, ഭാര്യ അമലു, അനിയൻ ഏഡൻ, വല്യച്ഛൻ തങ്കച്ചൻ, വല്യമ്മ മോളി എന്നിവർക്കും അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. ആമിയുടെ അച്ഛൻ എബിയും എബിയുടെ മാതാപിതാക്കളും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അമ്മ അമലു മാത്രമാണ് മകളുടെ സംസ്കാര ശുശ്രൂഷകൾക്കെത്തിയത്. ദൈവത്തിന്റെ ആലയത്തിൽ മാതൃകാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവമായ സൂര്യനും പരിചയമാണ്.
അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക്. ചേറ്റുകുഴി മാർ ഇവാനിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആമിയെ അവസാനമായി കാണാൻ സഹപാഠികളും അധ്യാപകരുമടക്കം നിരവധി ആളുകൾ എത്തി. പ്രിയപ്പെട്ട ആമിമോളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയൊക്കെ കണ്ണിലുണ്ണിയായി അവൾ ഈ ഒരു വർഷക്കാലം ഇവിടെയായിരുന്നു. തുടർന്ന് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അച്ചക്കടയിലെ വീട്ടിലെത്തി. കമ്പമട്ട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. കട്ടപ്പന പാറക്കടവിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന 20 ഏക്കർ സ്വദേശി മരിച്ചു. പുതുപ്പറമ്പിൽ അനീഷാണ് മരിച്ചത്. മാർച്ച് 24 തീയതി ഞായറാഴ്ച വൈകിട്ട് 7:30 അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനീഷിനെ പാലാ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പാറക്കടവ് സർവീസ് സ്റ്റേഷനിൽ ജീവനക്കാരനായിരുന്നു അനീഷ്. കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബന്ധുവീട്ടിൽ നിന്നും കാണാതായ 24-കാരിയെ കാഞ്ചിയാർ അഞ്ചുരുളി ജലാശയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശി മുരുകന്റെ മകൾ ഏഞ്ചൽ എന്ന അഞ്ജലിയാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച വൈകിട്ടാണ് പാമ്പാടുംപാറയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് അഞ്ജലിയെ കാണാതായത്. കോമ്പിയാറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ എത്തേണ്ട സമയം കഴിഞ്ഞും കാണാതായതോടെ രക്ഷിതാക്കൾ പോലീസിനെ സമീപിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അഞ്ചുരുളി പരിധിയിലാണെന്ന് കണ്ടെത്തി. ഉടനെ ബന്ധുക്കളെത്തി ജലാശയത്തിൽ ടണലിന് സമീപത്ത് പരിശോധിക്കുന്നതിനിടെ അഞ്ജലിയുടെ ബാഗും ഫോണും ലഭിച്ചു. ഇതോടെയാണ് വെള്ളത്തിൽ വീണിരിക്കാമെന്ന സംശയത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയതെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. അവൾ ഫോൺ വിളിക്കുക അങ്ങോട്ട്, എന്നെ കൊണ്ട് നിങ്ങൾ ഒന്ന് വിഷമിക്കണ്ട, ഞാൻ വീട്ടിൽ വന്നേക്കാം, ഞാൻ അതുപോലെ കട്ടപ്പനയ്ക്ക് ചേച്ചി, എനിക്ക് മനസ്സ് സങ്കടമായിട്ട് ഞാൻ കയറി വന്നതാണ്, തിരിച്ച് വന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കൾ ഇനി അവിടെ നിൽക്കുക, ഞാൻ വന്നേക്കാം അവിടെ. അവൾ പറഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്തത് അച്ചാച്ചി, ഞാൻ വന്നേക്കാം, പുളിയാമണ തന്നെ നിൽക്കാൻ പറഞ്ഞു. പാസ്റ്റിലുണ്ട് ഞാൻ അവിടെ തന്നെ 1 മണിക്കൂറായി. ഫോണിൻ്റെ കൂടെ ബിലിയാറ് മാറി അതുവരെ അവൾ 8-10 വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വീട്ടുകാർക്കൊപ്പം തമിഴ്നാട്ടിൽ പോയി തിരികെ വന്ന ശേഷമാണ് അഞ്ജലിയെ കാണാതായത്. പെൺകുട്ടി വെള്ളത്തിൽ ചാടി ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. അടുത്തിടെ ഒരു ബന്ധുവുമായി അഞ്ജലിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. വേനൽ മഴ കനിയാതായതോടെ ജില്ലയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കനത്ത വെയിലിൽ ഏലമടക്കമുള്ള കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുകയാണ്. ഇതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്കും നീങ്ങുന്നു. വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇടുക്കി ജില്ലയുടെ കാർഷിക മേഖലയിൽ വേനൽ മഴ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ചുട്ടുപൊള്ളുന്ന വേനലിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുകയാണ്. വരൾച്ച രൂക്ഷമായതോടെ ഏലം തണ്ടോടെ ഒടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കർഷകന്റെ വിയർപ്പ് കണ്ണീരിലേക്ക് മാറുന്ന കാഴ്ചയ്ക്ക് പിന്നിൽ ഒരായുസിന്റെ അധ്വാനവും കരിഞ്ഞുണങ്ങുന്നു. വിലയിടിവിന് പിന്നാലെയാണ് കടുത്ത വരൾച്ച കാർഷിക മേഖലയ്ക്ക് കടുത്ത പ്രഹരമേൽപ്പിച്ചത്. ജില്ലയിലെ ഭൂരിഭാഗം മേഖലയിലെയും ഏലമടക്കമുള്ള കാർഷിക വിളകളെ വേനൽച്ചൂട് നാമാവശേഷമാക്കി. ഇതോടെ കർഷകരും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി തുടങ്ങി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിക്കണമെങ്കിൽ ചെറുകിട കർഷകൻ എന്ന സർട്ടിഫിക്കറ്റ് കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെയും കർഷകനെ കാത്തിരിക്കുന്നത് നിരാശ മാത്രമാണ്. ഒടിഞ്ഞത് മാത്രമല്ല, തട്ട മറിഞ്ഞ് 4 വശത്തേക്ക് മറിഞ്ഞു പോകുന്ന ഒരു വെള്ളം അടിച്ചാലും യാതൊരു കാരണമില്ല, ഒരു കാര്യവുമില്ല, അതെല്ലാം മൊത്തം പോവുകയാണ്. ഇതേ മറ്റു സ്ഥലങ്ങളിലെല്ലാം മുണ്ടക്കൻ സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു. ഇങ്ങോട്ട് മഴ ഈ ഒരു 2 ദിവസം കൂടെ പെയ്തില്ലെങ്കിൽ ഇത് ഇന്നലെ വീഴാത്ത ഏലങ്ങളാണ്. അപ്പോൾ ഇന്ന് വീണു, അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും ധനസഹായങ്ങൾ കിട്ടണമെങ്കിൽ കൃഷി ഓഫീസിൽ നിന്നൊരു ചെറുകിട കർഷകനാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഓഫീസർ അങ്ങനെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ വിലത്തകർച്ച, ഈ സീസണിൽ പോലും ഏലത്തിന് വളരെയധികം വിലത്തകർച്ചയാണുള്ളത്. അതോടൊപ്പം തന്നെ കൃഷി നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കർഷകൻ വലിയ വറുതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ കരിഞ്ഞു തുടങ്ങിയ ഏലച്ചെടികൾ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. ഏലത്തിനൊപ്പം കുരുമുളക്, തേയില തുടങ്ങിയ വിളകളും കരിഞ്ഞുണങ്ങുകയാണ്. തുടർച്ചയായി വെള്ളം നനയ്ക്കുന്നുണ്ടെങ്കിലും കനത്ത വെയിൽ വിളകളിൽ പാടെ നാശം വിതയ്ക്കുകയാണ്. വിളകൾക്ക് മുകളിൽ നെറ്റടക്കം വലിച്ചു കെട്ടിയാലും മണ്ണിനെ ബാധിക്കുന്ന കടുത്ത താപനില പരിഹാര മാർഗങ്ങളെ തച്ചുടയ്ക്കുന്നു. ഇതോടെ കാർഷിക മേഖല കടുത്ത അറുതിയിലേക്കാണ് നീങ്ങുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ കാർഷിക മേഖല ആകെ പ്രതിസന്ധിയിലാകും. ഉപ്പുതറ 3-ാം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതായി പരാതി. CPM-ന്റെയും DYFI-യുടെയും പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു.
ഉപ്പുതറ 3-ാം ഡിവിഷനിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാപിച്ച പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. ചുമരുകളിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളെല്ലാം കീറിക്കളഞ്ഞ നിലയിലാണ്. ഒപ്പം വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തു. മേഖലയിലെ ക്രമസമാധാനം തകർക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിന് പിന്നിൽ CPM-ഉം DYFI-യുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇതിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ തോരണങ്ങളും കൊടികളും അതുപോലെ പോസ്റ്ററുകളും ഞങ്ങളിവിടെ പലയിടങ്ങളിൽ ഒട്ടിക്കുകയും അത് പോസ്റ്റിലടിക്കുകയും ചുവരിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. അത് മൊത്തം ഇവിടെയുള്ളതാകുന്ന CPM ആൾക്കാരും അതുപോലെ തന്നെ DYFI പ്രവർത്തിക്കുന്ന കുറേ പിള്ളേരും കൂടെ ചേർന്ന് അത് ആ പോസ്റ്ററുകൾ മൊത്തം വലിച്ചു കയറുകയും അതുപോലെ തന്നെ അത് പൊടി പറിച്ച് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെക്കുന്ന കട്ടൗട്ടുകൾ നശിപ്പിക്കുന്നു, പോസ്റ്ററുകൾ വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു, ഈ കൊടി പറിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ധിക്കാരപരമായി ഏത് കാര്യവും അവരുടെ ഭരണമാണ്, അതുകൊണ്ട് അവരെന്തും ചെയ്യുമെന്നുള്ളൊരു ധിക്കാരമാണ്. ആ ധിക്കാരത്തിനെതിരെ ആണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. സംഭവത്തിൽ UDF പ്രവർത്തകർ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയും കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപ്പുതറ കരിന്തരുവി അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ജോൺ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളും അഴിമതിയും നടന്നിട്ടുണ്ടെന്നാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ആരോപിച്ചത്. എന്നാൽ ഇത് വ്യക്തിവിരോധവും രാഷ്ട്രീയ വിരോധവും തീർക്കാനുള്ള ശ്രമമാണെന്നും VP ജോൺ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കരിന്തരുവി അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർക്കെതിരെ ആരോപണം ഉയർന്നത്. പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേട് കാണിച്ചെന്നാരോപിച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസികളും രംഗത്തെത്തിയത്. എന്നാൽ സംഭവം വ്യക്തിവൈരാഗ്യം തീർക്കുകയും തേജോവധം ചെയ്യാനുള്ള ശ്രമമാണെന്നും ഡിവിഷൻ മെമ്പർ VP ജോൺ പറഞ്ഞു. 1,75,000 രൂപയാണ് ബില്ല് മാറിക്കൊടുത്തത്. ആ പദ്ധതിയുടെ GST പിടിച്ചിട്ട് ബാലൻസ് വരുന്ന പൈസയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അടിസ്ഥാനരഹിതമാണ്. ഞാനിത് സംബന്ധിച്ച് ഈ അഴിമതിക്ക് വിധേയമാകുന്ന ആളല്ല. അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക ഇടപാടും അതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ആ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിന് കൈമാറിയതിനു ശേഷം അതിന്റെ മെയിൻ്റനൻസ് കൈകാര്യം ചെയ്യേണ്ടത് 2 പ്രാവശ്യം പഞ്ചായത്ത് ജനപ്രതിനിധിയായ ഒരാൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവർ ബോധപൂർവം ഇത് വ്യക്തിപരമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം എന്ന നിലയിൽ രാഷ്ട്രീയമായി കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഈ പദ്ധതി പഞ്ചായത്താണ് ഒന്നെങ്കിൽ ഗുണഭോക്തൃ കമ്മിറ്റി അതിന്റെ മെയിൻ്റനൻസ് നടത്തണം, അല്ലെങ്കിൽ ആസ്തി രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ ആസ്തിയിലിരിക്കുന്ന ഒരു പദ്ധതി തിരിച്ച് പഞ്ചായത്തിന് വിട്ടുകഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് ഉത്തരവാദിത്വം പഞ്ചായത്തിനാണെന്ന് അറിയാത്ത പോലെ ഇവിടെ പറഞ്ഞത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മോട്ടോറും അനുബന്ധ സാധനങ്ങളും സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തത്. തുടർന്ന് ഉപഭോക്തൃ കമ്മിറ്റിക്കാണ് നടത്തിപ്പ് ചുമതല. എന്നാൽ പദ്ധതി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഉപഭോക്തൃ കമ്മിറ്റി തയ്യാറായില്ല. മോട്ടോർ കേടായ സാഹചര്യത്തിൽ കമ്മിറ്റി കൂടുന്നതിന് ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ വീഴ്ച വരുത്തി. മോട്ടോറും അനുബന്ധ സാധനങ്ങളും വാങ്ങിയതിൽ യാതൊരു ക്രമക്കേടും ഉണ്ടായിട്ടില്ലെന്നും എസ്റ്റിമേറ്റ് പ്രകാരമുള്ള സാധന സാമഗ്രികൾ മാത്രമാണ് വാങ്ങിയതെന്നും VP ജോൺ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ആരോപണം ഉയർത്തിയതെന്നും ഡിവിഷൻ മെമ്പർ വ്യക്തമാക്കി. സെമി ഒളിമ്പിക് നിലവാരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തെ നീന്തൽ പരിശീലന കേന്ദ്രം കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻ മാർ മാത്യു അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഓസാനം സ്വിമ്മിംഗ് അക്കാദമിയുടെ കീഴിൽ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നീന്തൽ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചു തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻ മാർ മാത്യു അറക്കൽ സ്വിമ്മിംഗ് പൂളിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഓസാന സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നേരിട്ട് നടത്തുന്ന സ്വിമ്മിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹൈറേഞ്ചിന്റെ വികസന വഴികളിൽ വിദ്യാഭ്യാസ, കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കായിക മേഖലകളിലെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ ഓശാന സ്കൂളിന്റെ കരസ്പർശം ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയ സ്കൂൾ നമ്മുടെ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്കായി ഈ നാടിനായി നൽകുന്നതെല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഞാൻ കാണുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്കൂൾ മാനേജ്മെന്റ് വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട പറപ്പള്ളി അച്ഛന് ഏവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ. പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഒരു കിളിത്തിപ്പാറിയച്ഛൻ, മുൻപ് റാന്നി സെറ്റിന സ്കൂളിലും ആനക്കല്ല സ്കൂളിലും ഇപ്പോൾ ഇവിടെ ആത്മാർത്ഥമായി വർദ്ധിക്കുന്നത് എനിക്കറിയാം.
ബഹുമാനപ്പെട്ട മനുവച്ചനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ പിന്നി, കൗൺസിലർ സോണിയ ചിബി, സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ, അക്കാദമി ഡയറക്ടർ ഫാദർ മനു മാത്യു, ബേബിച്ചൻ കണയംപ്ലാക്കൽ, ജോസ് വർഗീസ്, ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. സെമി ഒളിമ്പിക് നിലവാരത്തിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച നീന്തൽക്കുളത്തിന് 25 മീറ്റർ നീളവും 12.5 മീറ്റർ വീതിയും 6 മത്സര ട്രാക്കുകളുമുണ്ട്. ദേശീയ അന്തർദേശീയ നീന്തൽ മത്സരങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാഹന പാർക്കിംഗ്, ഗാലറി, മിനി ഭക്ഷണശാല തുടങ്ങി എല്ലാ സൗകര്യവും ഉണ്ടാകും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാമുകൾ ഇടുക്കി ജില്ലയിലാണെങ്കിലും മുങ്ങിമരണങ്ങൾ പതിവാണ്. ശരിയായ നീന്തൽ പരിശീലനത്തിന്റെ അഭാവമാണ് ഇതിന് കാരണം. ചെറുപ്പത്തിലെ നീന്തൽ പഠിക്കാൻ ഒരവസരം ലഭിച്ചാൽ ഇതിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഇതോടൊപ്പം കുട്ടികൾക്ക് വിദഗ്ധ നീന്തൽ പരിശീലനം നൽകി കുട്ടികളെ ദേശീയ അന്തർദേശീയ നീന്തൽ മത്സരങ്ങൾക്ക് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ട്. കുട്ടികളോടൊപ്പം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീന്തൽ പരിശീലനത്തിന് സൗകര്യവും അക്കാദമി ഒരുക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. അടുത്ത വിദ്യാഭ്യാസ വർഷം മുതൽ ഓസാനം സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനത്തിനും അവസരമുണ്ടാകും. സ്വിമ്മിംഗ് പൂൾ രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. വണ്ടിപ്പെരിയാർ കന്നിമാർ ചോലയിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ചിലർ വംശീയമായി അധിക്ഷേപിച്ചതായും സംഭവം അന്വേഷിക്കുവാനെത്തിയ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചതായും പരാതി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം SA ജയന് നേരെയാണ് അധിക്ഷേപമുണ്ടായത്. സംഭവത്തിൽ ജയൻ പോലീസിൽ പരാതി നൽകി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണത്തിനായി ജില്ലാ ഭരണകൂടം ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ച തുക ഉപയോഗിച്ച് വണ്ടിപ്പെരിയാർ കന്നിമാർ ചോലയിൽ കുടിവെള്ള വിതരണം നടത്തുന്നതിനിടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം SA ജയന് നേരെ പ്രദേശവാസികളായ ചിലർ വംശീയ അധിക്ഷേപം നടത്തിയത്. ഇത് അന്വേഷിക്കാനെത്തിയ വണ്ടിപ്പെരിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ സംഭവം അന്വേഷിക്കാതെ തന്നോട് കയർത്ത് കൃത്യവിലോപം നടത്തിയതായും ഗ്രാമപഞ്ചായത്ത് അംഗം ആരോപിച്ചു. പ്രദേശവാസികൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിച്ചത് തികയാതെ വന്നതോടെ തന്റെ കയ്യിൽ നിന്നും 2500 രൂപ മുടക്കി അധിക വെള്ളം എത്തിച്ചു നൽകിയിട്ടും സ്വന്തം ജാതിക്കാർക്ക് മാത്രം കുടിവെള്ളം നൽകിയെന്നും പട്ടികജാതിക്കാരനെ വിജയിപ്പിച്ചു വിട്ടാൽ ഇങ്ങനെ സംഭവിക്കുമെന്നും പറഞ്ഞ തന്നെ അധിക്ഷേപിച്ചതായാണ് ജയന്റെ പരാതി. വേനൽക്കാലം രൂക്ഷമായതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നുള്ള കുടിവെള്ളം എത്തിക്കുകയും അവരുടെ മംഗളമുട്ട ഭാഗത്ത് ഇന്നലെ 1:30 കൂടി വെള്ളം കൊണ്ടുവരികയും 6000 ലിറ്റർ വെള്ളമാണ് ഒരു ടാങ്കിൽ കൊണ്ടുവരുന്നത്. ആ വെള്ളം കൊണ്ടുവരികയും ഒരു ഏരിയയിൽ തീരുകയും ബാക്കി 600 ലിറ്റർ വെള്ളമുള്ളായിരുന്നു. അടുത്ത കുരിശിൻ്റെ അടുത്ത് ചെന്ന് അവർ കുറച്ച് 3 പേർക്കാണ് വെള്ളം കൊടുക്കാൻ പറ്റിയത്. അതിനുശേഷം അടുത്ത വണ്ടി എടുക്കാൻ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടി തടയുകയുണ്ടായി. സാമൂഹ്യ വിരുദ്ധരായ 4 പേരാണ് തടഞ്ഞത്. തടയുകയും എന്നെ ജാതി കൂട്ടി ആക്ഷേപിക്കുകയും ഒരു കാരണവശാലും ഈ പട്ടികജാതിക്കാരനെ ജയിപ്പിച്ചു വിട്ടതിന് ഇതാണ് ഗുണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ജാതി കൂട്ടി ആക്ഷേപിക്കുകയും ആ ബാക്കിയുള്ളവർക്ക് അവൻ്റെ ജാതിക്കാർക്ക് വെള്ളം കൊടുത്തു എന്നുള്ള ജാതി കൂട്ടി ആക്ഷേപിക്കുകയും 3-4 പേരാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ 2500 രൂപ മുടക്കി വെള്ളം കൊണ്ട് വേറെ വണ്ടിക്ക് കൊണ്ട് ഇറക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോറി അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചറിയിക്കുകയും ഇവിടുന്ന് SI പ്രദീപ് കുമാർ സാർ വരികയുണ്ടായി. വന്നിട്ട് വണ്ടിയെന്ന് പോലും ഇറങ്ങാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇറങ്ങി ഒരു കാര്യം അന്വേഷിക്കാതെ വന്ന് ലോറി എടുത്ത് വണ്ടി എടുത്ത് മാറ്റുന്നു. വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ടില്ല. സംഭവത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വംശീയമായി അധിക്ഷേപിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും രംഗത്തെത്തി. ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അധിക്ഷേപിച്ചവർക്കെതിരെ പീരുമേട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതായി ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ശേഖർ, ജില്ലാ വൈസ് പ്രസിഡന്റ് മണിമേഖല എന്നിവർ പറഞ്ഞു. കുടിവെള്ള പദ്ധതിയിൽ പഞ്ചായത്തിൽ ഏതാണ്ട് 5000 ലിറ്റർ വെള്ളം കൊടുക്കുകയും വെള്ളം തികയാതെ വന്നപ്പം അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് 2000 രൂപ കാശ് മുടക്കി സ്വന്തമായി കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്ത അദ്ദേഹത്തിന് അവിടെ 3-4 പേര് ചേർന്ന് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും ആവശ്യമില്ലാതെ എന്തും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതിനെ സംബന്ധിച്ച് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും വന്നപ്പം ഇന്നലെ പോലീസുകാർ അവരുടെ ഭാഗത്തുനിന്ന് ശരിയായ നടപടി ഉണ്ടായില്ലെന്നും പറയുകയുണ്ടായി. ഈ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തീർച്ചയായും DYSPക്കും SP-ക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളുകളിൽ ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും ഞങ്ങൾ ഈ സംവിധാനം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ നടത്തിയ കൃത്യവിലോപത്തിനെതിരെ SHO ഹേമന്ത് കുമാറിനും ഗ്രാമപഞ്ചായത്ത് അംഗം പരാതി നൽകിയിട്ടുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട.
since 1950. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. വിദ്യാലയങ്ങൾ അടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു. ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളം അടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത്. போட்டிங் எக்ஸ்பீரியன்ஸ் இங்கே ரொம்ப சூப்பராக இருந்துச்சு. அண்ட் இந்த ஸ்பீட் போட் நாங்கள் ட்ரை பண்ணோம். இட் வாஸ் ஸோ ஆசம். அண்ட் லொக்கேஷன் செம்மையாக இருக்குது. ஸோ இதான் ஃபர்ஸ்ட் டைம் நான் ஸ்பீட் போட் ட்ரை பண்ணுறது. சூப்பராக இருந்துச்சு. அண்ட் டிரைவிங் ரொம்ப நல்லா பண்ணுறாங்க. ரொம்ப லைக் ஸ்போர்ட்டிவாக இருக்குது. ரொம்ப த்ரில்லிங்காக இருந்துச்சு. போட்டிங் எக்ஸ்பீரியன்ஸ் வாஸ் ரியலி குட். I mean, we were looking for adventure in a very silent place. But yeah, we didn't expect that it would be this enjoyable. Yeah, it was the first time experience and it was a great experience. Yep. We didn't see this anywhere else. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. പോയ ക്രിസ്തുമസ് പുതുവത്സരാഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല. ഇത് ഈ മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവർക്ക് തിരിച്ചടിയായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിൽ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ. ടൈമിലെ ബോട്ടിങ്ങിന് ഞങ്ങൾ ഇന്ന് വന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളൊരു 3 ഫാമിലി ഉണ്ട്. വളരെ നന്നായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി, പിന്നെ അതേപോലെ തന്നെ ഒരു ഫാമിലി ബോട്ടിലും കയറിയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇവിടുത്തെ ഒരു ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 188, വിൽപ്പനയ്ക്ക് വന്നത് 54,298, വിൽപ്പന നടന്നത് 53,631, കൂടിയ വില 2,339, ശരാശരി വില 1,642. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 530 രൂപ, ഏലം കൂടിയ വില 1,500, ഏലം ശരാശരി വില 1,200, കാപ്പിപ്പരിപ്പ് 300, ഗ്രാമ്പു 925, കൊക്കോ 210, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,360 രൂപ, വെള്ളി 81. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കാൻ ഹിയറിംഗ് നടത്തി. 2 വാർഡുകളിലായി കണ്ടെത്തിയിട്ടുള്ളത് 211 ഇരട്ട വോട്ടുകൾ. ഹിയറിംഗിന് ഹാജരായത് നോട്ടീസ് കൈപ്പറ്റിയ 115 പേർ. LDF മുന്നണി ധാരണ പ്രകാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് രാജിവെച്ചു. CPI പ്രതിനിധിയായ മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് 19 മാസക്കാലം. മാർച്ച് 24 വണ്ടൻമേട് ചേറ്റുകുഴിയിലുണ്ടായ അപകടത്തിൽ മരിച്ച 5 വയസ്സുകാരി കാട്ടേഴ് താമിക്ക് നാട് അന്ത്യാഞ്ജലി നൽകി. ചേറ്റുകുഴി മാർ ഇവാനിയോസ് പബ്ലിക് സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആമിയെ അവസാനമായി കാണാൻ സഹപാഠികളും അധ്യാപകരും അടക്കം നിരവധി പേരെത്തി. കട്ടപ്പന പാറക്കടവിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 20 ഏക്കർ സ്വദേശി മരിച്ചു. വേനൽമഴ കനിയാതായതോടെ ജില്ലയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കനത്ത വെയിലിൽ ഏലമടക്കമുള്ള കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നു. ഇതോടെ കർഷകർ ആത്മഹത്യയുടെ വക്കിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.